നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് സീക്വൻസസ് ആൻഡ് സീരീസസ്. ഇത് നമുക്ക് ഫസ്റ്റ് ഇയർ NCERT പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. ഫസ്റ്റ് ഇയർ NCERT 9th ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആദ്യം നമുക്ക് സീക്വൻസ് എന്താണ്, സീരീസ് എന്താണ്, ഇതിന്റെ ബേസിക് ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ nth ടേം AN എന്ന് പറഞ്ഞാൽ എന്താണ്, SN അഥവാ സം അപ് ടു n ടേംസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, AN തന്നാൽ SN എങ്ങനെ കണ്ടുപിടിക്കാം, SN തന്നാൽ AN എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ തുടങ്ങി ജനറൽ ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസസിന്റെ ബേസിക് ഐഡിയാസ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. പിന്നീട് നമുക്ക് 3 സ്പെസിഫിക് പ്രോഗ്രഷൻസ് ആണ് ഏറ്റവും സീരിയസ് ആയിട്ട് ചാപ്റ്ററിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഏരിയ അതാണ്. ദോസ് ആർ AP അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, GP അഥവാ ജോമെട്രിക് പ്രോഗ്രഷൻ, പിന്നെ HP അഥവാ ഹാർമോണിക് പ്രോഗ്രഷൻ, പിന്നെ AP യും GP യും കൂടി ക്ലബ് ചെയ്തിട്ട് വരുന്ന AGP അഥവാ അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഓരോരോ ടൈപ്പ് പ്രോഗ്രഷൻസ് നമ്മൾ എടുത്തിട്ട് അതിൽ nth ടേം, സം അപ് ടു n ടേംസ്, കോമൺ ഡിഫറൻസ്, കോമൺ റേഷ്യോ, ഫസ്റ്റ് ടേം, ഇതുപോലുള്ള ഒരുപാട് ഐഡിയാസ്, ഇവരെയൊക്കെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ്, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അവസാന ഭാഗത്ത് പിന്നെ അരിത്തമെറ്റിക് മീൻ, ഈ ഓരോ സീരീസിനും കറസ്പോണ്ടിംഗ് അരിത്തമെറ്റിക് മീൻ, അരിത്തമെറ്റിക് മീൻസ്, ഒരു മീൻ ആഡ് ചെയ്യുന്നത് ഒന്നിലധികം അരിത്തമെറ്റിക് മീൻസ് രണ്ട് നമ്പേഴ്സിനിടയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ടെക്നിക്ക്. അതുപോലെ ജോമെട്രിക് പ്രോഗ്രഷന് കറസ്പോണ്ടിംഗ് ആയിട്ട് വരുന്ന ജോമെട്രിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻസ്, രണ്ട് നമ്പേഴ്സിനിടയ്ക്ക് ഒരു ജോമെട്രിക് മീൻ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ഒന്നിലധികം ജോമെട്രിക് മീൻസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ ഹാർമോണിക് പ്രോഗ്രഷനുമായിട്ട് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന ഹാർമോണിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻസ്, ഒരു ഹാർമോണിക് മീൻ രണ്ട് നമ്പേഴ്സിനിടയിൽ ഇൻസേർട്ട് ചെയ്യുന്നു, ഒന്നിലധികം ഹാർമോണിക് മീൻസ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ വരിക. അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, AM-ഉം GM-ഉം HM-ഉം തമ്മിലൊക്കെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവസാന ഭാഗത്ത് വരുന്നത്. അതിന്റെ ലാസ്റ്റ് നമുക്ക് ഒരു ചെറിയ ഒരു ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്. അത് സിഗ്മ N, സിഗ്മ N², സിഗ്മ N³ ഇതിന്റെയൊക്കെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഒരു റാൻഡം സീക്വൻസിന്റെ അല്ലെങ്കിൽ സീരീസിന്റെ nth ടേം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സം അപ് ടു n ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം പഠിക്കുന്ന ഇക്വേഷൻ തന്നെ SN = സിഗ്മ AN, അതുപോലെ AN = SN - S(n-1). ഈ ഒരു ഐഡിയ തന്നെ അവിടെ വരുന്നുള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ആദ്യം ഫണ്ടമെന്റൽ ഡെഫിനിഷൻസ്, പിന്നെ സ്പെസിഫിക് പ്രോഗ്രഷൻസ്, അത് കഴിഞ്ഞിട്ട് മീൻസ്, ഫൈനലി AN ആൻഡ് SN കോറിലേഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് തുടങ്ങാം. So what is the definition for a sequence? എന്താണ് ഒരു സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, ഇറ്റ്സ് എ മാപ്പ്. മാപ്പ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് അത്ര തന്നെ പരിചയം ഉണ്ടാവില്ല. മാപ്പ് ഓർ യു ക്യാൻ കോൾ ഇറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് മാപ്പ്. സാധാരണ നമ്മൾ NCERT ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് ഇറ്റ്സ് എ മാപ്പ് ഫ്രം N to X എന്നാണ്. അപ്പൊ ഇറ്റ്സ് എ മാപ്പ്, അല്ലെങ്കിൽ മാപ്പ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഫംഗ്ഷൻ ഫ്രം N to X. ഇതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് ജനറലി വിളിക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം N to X. ഒരു ഫംഗ്ഷൻ N to X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൊമൈൻ ഈസ് N. എന്താ N എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഫംഗ്ഷൻ എന്നെന്തോ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ആവണമെങ്കിൽ അതിനൊരു ഡൊമൈൻ വേണം, റേഞ്ച് വേണം. അതിന്റെ ഡൊമൈൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. സാധാരണ നമ്മൾ ഫംഗ്ഷൻസ് എങ്ങനെ എടുക്കുക, റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അങ്ങനെയല്ല ഇവിടെ. സീക്വൻസിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡൊമൈനിൽ നിർബന്ധമായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് മാത്രം, അഥവാ 1, 2, 3 എക്സെട്ര. 0 പോലും പറ്റൂല, നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും പറ്റൂല, ഫ്രാക്ഷൻസും ഇറാഷണൽ നമ്പേഴ്സ് ഒന്നും പറ്റൂല. 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഡൊമൈൻ ആയിക്കൊണ്ടുവരുന്ന റേഞ്ച് എന്ത് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ കോഡൊമൈൻ എന്ത് വേണമെങ്കിലും ആവാം. അതുകൊണ്ടാണ് അവിടെ X എന്ന് കൊടുത്തത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സീക്വൻസ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഡൊമൈൻ ആയിട്ട് വരുന്ന എല്ലാ ഫംഗ്ഷൻസിനെയും നമുക്ക് സീക്വൻസ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ആ ഫംഗ്ഷന്റെ ചിത്രം ഒന്ന് ഇങ്ങനെ വരച്ചു നോക്കാം. സോ ദിസ് ഇസ് യുവർ ഡൊമൈൻ. ഇങ്ങനെയാണല്ലോ ഫംഗ്ഷന്റെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാവുക. ദിസ് ഇസ് യുവർ കോഡൊമൈൻ. ഡൊമൈനിൽ എന്തായാലും നാച്ചുറൽ നമ്പേഴ്സേ പറ്റുള്ളൂ. ഡൊമൈൻ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് N ആണ്. ദിസ് ക്യാൻ ബി എനി X. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവുന്ന എലമെന്റ്സ് 1, 2, 3, 4 എക്സെട്ര ഇങ്ങനെയാണ് ഉണ്ടാവുക. ആൻഡ് ഹിയർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A1, A2, A3, A4 എക്സെട്ര ഇങ്ങനെയാണ്. Now it's a function from N to X. അപ്പോൾ 1ന്റെ ഇമേജ് ആണ് A1, 2ന്റെ ഇമേജ് ആണ് A2, 3ന്റെ ഇമേജ് ആണ് A3, 4ന്റെ ഇമേജ് ആണ് A4. ഒരിക്കലും ഇവിടെ ഒരു 1ന് തന്നെ രണ്ട് ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഒരേ
1ഉം 2ഉം വേണമെങ്കിൽ A1ലേക്ക് അല്ലെങ്കിൽ 2 A2ലേക്ക് അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല. അതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എപ്പോഴാണ് ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവുക? എ റിലേഷൻ ഈസ് സെഡ് ടു ബി ഫംഗ്ഷൻ ഇഫ് എവറി എലമെന്റ് ഇൻ ദ ഡൊമൈൻ ഹാസ് എ യുണീക് ഇമേജ്. ഡൊമൈനിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം. ഒരാൾ പോലും ഇവിടെ വെറുതെ ഇമേജ് ഇല്ലാതെ വെറുതെ നിൽക്കാൻ പാടില്ല. മാത്രമല്ല ഇമേജ് ഉള്ളവർക്കൊക്കെ എന്താവും വേണം? യുണീക് ഇമേജ്, ഒരൊറ്റ ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ 1നും 2നും കൂടി ഒരേ ഇമേജ് വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ 1ന് തന്നെ 2 ഇമേജ് അല്ലെങ്കിൽ 2ന് തന്നെ 2 ഇമേജ് വരിക, ഈ ഒരു പരിപാടി നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ഡൊമൈനിലുള്ള, ഡൊമൈൻ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഫംഗ്ഷൻസിന് എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സ് വരണമെന്നില്ല. പക്ഷെ സീക്വൻസിന് എന്ത് വേണം? അപ്പോ എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി എ സീക്വൻസ് അല്ലെങ്കിൽ മാപ്പ് ഈസ് സെഡ് ടു ബി എ സീക്വൻസ് ഇഫ് ഇറ്റ്സ് ഡൊമൈൻ ഈസ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതി അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ രൂപം. ഒരു ഫംഗ്ഷൻ ആണ്, ഇതിന്റെ ഡൊമൈനിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്, റേഞ്ചിലുള്ളത് എന്ത് വേണമെങ്കിലും ആവാം. അതിന് നാച്ചുറൽ നമ്പേഴ്സിലുള്ള 1നും 2നും 3ക്കും ഒക്കെ ഓരോരോ ഇമേജ് ഉണ്ട്. അവരാണ് A1 A2 A3 എന്നൊക്കെ പറയുന്നത്. ഇനി സീക്വൻസിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ പറയാം. 1ന്റെ ഇമേജ് ആയിട്ടുള്ള A1നെ നമ്മൾ A1 എഴുതും, അത് കഴിഞ്ഞിട്ട് A2 എഴുതും, A3 ഇങ്ങനെ കോമ ഇട്ടിട്ട് ഇങ്ങനെ എക്സെട്ര എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. ഇത്രയും എളുപ്പമാണ് സീക്വൻസിന്റെ റെപ്രസെന്റ്. ഇപ്പൊ ഫംഗ്ഷൻ, സാധാരണ ഫംഗ്ഷൻ f(n), f(x) അങ്ങനെയൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് റെപ്രസെന്റ് ഇറ്റ് ആസ് എ സീക്വൻസ്. കോമ ഇട്ടുകൊണ്ട് A1 A2 A3 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു AN ഉണ്ടാവും, അതിനാണ് nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം എന്ന് വിളിക്കുക. തുടർന്നും AN കഴിഞ്ഞിട്ടും അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. സീരീസുകൾ അല്ലെങ്കിൽ സീക്വൻസുകൾ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്. ദോസ് ആർ ഫൈനൈറ്റ് സീക്വൻസസ് ആൻഡ് ഇൻഫൈനൈറ്റ് സീക്വൻസസ്. രണ്ടും വളരെ എളുപ്പമാണ്. ഫൈനൈറ്റ് സീക്വൻസ് എന്ന് വെച്ചാൽ സീക്വൻസ് ഹാവിംഗ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതിന് ഓരോന്നിനെയും നമ്മൾ ടേംസ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. ടേംസ് എന്ന് തന്നെയാണ് കുറച്ചുകൂടി നല്ല വാക്ക്. സോ ഫൈനൈറ്റ് സീക്വൻസ് ഈസ് എ സീക്വൻസ് ഹാവിംഗ് ഫൈനൈറ്റ്ലി മെനി ടേംസ്. അഥവാ അവിടെ എന്തുണ്ടാവും? ദർ എക്സിസ്റ്റ് എ ലാസ്റ്റ് ടേം. ആ സീക്വൻസ് എപ്പോഴും തുടങ്ങുന്ന എവിടെ നിന്നാണ്? ഫസ്റ്റ് ടേമിൽ നിന്നാണ് തുടങ്ങുന്നത്. 0th ടേം, -1th ടേം അങ്ങനെയുള്ള ടേം ഒന്നുമില്ല. ടേംസ് ഓൾവേസ് ബിഗിൻ ഫ്രം ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം കഴിഞ്ഞാൽ പിന്നെ 1.5th ടേം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ലല്ലോ. ഫസ്റ്റ് ടേമിലാണ് തുടങ്ങുക. ഫസ്റ്റ് ടേം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ടേം, പിന്നെ തേർഡ് ടേം. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൽ മാത്രമേ ടേംസിന്റെ കൗണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ ഫംഗ്ഷൻ ഫ്രം n to x, നാച്ചുറൽ നമ്പേഴ്സ് ടു x എന്ന് നമ്മൾ പറഞ്ഞത്. സോ ഫൈനൈറ്റ് സീക്വൻസ് ഈസ് എ സീക്വൻസ് having finitely many elements. അത് എത്ര കൂടുതൽ വേണമെങ്കിലും ആവാട്ടോ, പക്ഷെ എന്താവണം? ഫൈനൈറ്റ് ആവണം. 5 ടേം ഉണ്ടെങ്കിൽ ഫൈനൈറ്റ് ആണ്, 10 ടേം ആണെങ്കിൽ ഫൈനൈറ്റ് ആണ്, 100 ടേം, 100 കോടി, 1000 കോടി ഒക്കെ ആണെങ്കിൽ ഫൈനൈറ്റ് ആണ്. എണ്ണിയാൽ തീരാത്ത അത്രയും ടേംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. സോ സീരീസ് ഹാവിംഗ് ഫൈനൈറ്റ്ലി മെനി എലമെന്റ്സ് അഥവാ there exists a last term. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എല്ലാം എന്തുണ്ടാവും? ലാസ്റ്റ് ടേം ഉണ്ടാവും. ലാസ്റ്റ് ടേമിനെ L എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ AN. nth ടേമിനെ തന്നെ ലാസ്റ്റ് ടേം ആയിട്ട് അങ്ങനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ടേം is represented by AN or L. ഓക്കെ, ഇൻഫൈനൈറ്റ് സീരീസ് എന്തായിരിക്കും? Infinite sequence or series. Infinite sequence are the sequences having infinitely many elements. അല്ലെങ്കിൽ ടേംസ്. എലമെന്റ്സിനേക്കാൾ നല്ല വാക്ക് ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് ഓർ ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് എന്ന് വെച്ചാൽ നോ ലാസ്റ്റ് ടേം. അങ്ങനെ ഒരു ലാസ്റ്റ് ടേം അവിടെ ഉണ്ടാവില്ല. ആ സീക്വൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. ഇതാണ് ഫൈനൈറ്റ് സീക്വൻസ് ആൻഡ് ഇൻഫൈനൈറ്റ് സീക്വൻസ്. അതിൽ ഫൈനൈറ്റ് സീക്വൻസിനെ ചില പുസ്തകങ്ങളിൽ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മാപ്പ്. മാപ്പ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. മാപ്പ് ഓർ ഫംഗ്ഷൻ ഫ്രം nn to x. ഇങ്ങനെ കാണിക്കാറുണ്ട്. n എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു n എന്നാണ് അർത്ഥം. n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അത് n എന്ന് പറയുന്നത് 10 ആവാം, 20 ആവാം, ഇത്ര ആണെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ അവിടെ നിന്ന് എക്സിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതാണ് ഫൈനൈറ്റ് സീക്വൻസ്. ഇൻഫൈനൈറ്റ് ആവുന്ന സമയത്ത് അവിടെ ലാസ്റ്റ് ടേം ഇല്ല. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓർ മാപ്പ് ഫ്രം n to x. അപ്പൊ n ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്, nn ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. nn ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയാണ്? 1 മുതൽ n വരെ. n എന്ന് വെച്ചാൽ 1 മുതൽ ഇൻഫിനിറ്റി വരെ. അതിൽ നിന്ന് എക്സിലേക്ക് എടുക്കുന്ന മാപ്പ്. അപ്പൊ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് റിയൽ സീക്വൻസസ്.
റിയൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷൻസിൽ റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ പഠിച്ചിട്ടുണ്ട്. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി റിയൽ ഇഫ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ആർ റിയൽ നമ്പേഴ്സ്. ഇവിടെ നമ്മൾ സീക്വൻസിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. സീക്വൻസിന്റെ ഡൊമൈൻ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ആർ ഓൾറെഡി റിയൽ നമ്പേഴ്സ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിലും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും റിയൽ ആണ്. അതുകൊണ്ട് ഇറ്റ്സ് ഡൊമൈൻ ഈസ് ഓൾറെഡി റിയൽ നമ്പേഴ്സ്. ഇനി അതിന്റെ റേഞ്ചിൽ എന്ത് വേണമെങ്കിലും ആവാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സും ഒക്കെ വരാമായിരുന്നു. അവിടെ റിയൽ മാത്രം വരുന്ന സമയത്ത് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സേ റിയൽ സീക്വൻസ് എന്ന് വെച്ചാൽ റിയൽ സീക്വൻസ് ഈസ് എ സീക്വൻസ് ഹാവിംഗ്, ഡൊമൈനെ പറ്റി ഒന്നും പറയണ്ട, ഹാവിംഗ് റേഞ്ച് എ സബ്സെറ്റ് ഓഫ് ആർ. റേഞ്ചിൽ ആര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പറും കൂടി വരണമെന്ന് നിർബന്ധമില്ല, റിയൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അഥവാ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞാൽ A1, A2, A3 etc. all are real numbers. ഇങ്ങനെ വരുന്ന ടേംസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ we can call it real sequence. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സീക്വൻസ് എന്ന് വെച്ചാൽ അത് ഫംഗ്ഷൻസ് തന്നെയാണ്. ബട്ട് ഇറ്റ്സ് ഡൊമൈൻ വിൽ ബി ഓൾവേസ് നാച്ചുറൽ നമ്പേഴ്സ്. ഇറ്റ്സ് റേഞ്ച് ക്യാൻ ബി എനിത്തിങ്, റിയൽ ഓർ കോംപ്ലക്സ്, വാട്ട് എവർ എന്ത് വേണമെങ്കിലും ആവാം. അത് റിയൽ സീക്വൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കേസിലേക്ക് വരുന്ന സമയത്ത് ഡൊമൈനെ പറ്റി നമ്മളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിന്റെ റേഞ്ചിലുള്ള വരുന്ന എലമെന്റ്സ് എന്തായിരിക്കണം? സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. റിയൽ നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നർത്ഥം. അതിനെ നമ്മൾ ഇതുപോലത്തെ ഇൻഡിവിജ്വൽ സീരീസ് റെപ്രസെന്റേഷനിലേക്ക് മാറ്റുമ്പോൾ we can say A1, A2, A3 etc. all the elements or all the terms are real numbers. അതാണ് റിയൽ സീക്വൻസസ്. ഇനി സീക്വൻസുകളെ നമുക്ക് സീക്വൻസ് സീരീസ് എന്താണെന്ന് കൂടി അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സീരീസ് ചാപ്റ്ററിന്റെ പേര് സീക്വൻസസ് ആൻഡ് സീരീസ് എന്നാണ്. നമ്മൾ സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി സീരീസിലേക്ക് പോകുമ്പോൾ വളരെ വളരെ എളുപ്പമാണ്. സീക്വൻസിൽ നമ്മൾ എലമെന്റ്സിനെ കോമ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ കോമ എല്ലാം അവിടുന്ന് പെറുക്കി ഒഴിവാക്കി പകരം പ്ലസ് 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 എന്ന് എഴുതി കൊടുത്താൽ അതെന്തായി? സീരീസ് ആയി. അതുപോലെ ഒരു സീരീസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്ലസ് എല്ലാം ഒഴിവാക്കിയിട്ട് കോമ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് സീക്വൻസും കിട്ടും. സോ സീരീസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ taking summation of elements അല്ലെങ്കിൽ terms, taking summation of terms in a sequence. ഒരു സീക്വൻസിലുള്ള ടേംസിന്റെ സമ്മേഷൻ എടുത്താൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? സീരീസ് എന്ന് വിളിക്കാം. അപ്പൊ ഒരു സീക്വൻസ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇങ്ങനെയാണെങ്കിൽ A1 plus A2 A1, A2, A3 etc. എന്നാണ് കാണുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സീരീസ് വരിക A1 plus A2 plus A3 plus etc. അതുപോലെ ഇങ്ങനെ ഒരു സീരീസ് A1 plus A2 plus A3 plus etc. ഒരു സീരീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് പ്ലസ് അഡീഷൻ സിമ്പിൾ എല്ലാം ഒഴിവാക്കി കോമ ഇട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് സീക്വൻസ്. അപ്പൊ ഈ സീക്വൻസിന്റെ കറസ്പോണ്ടിങ് സീരീസ് ആണിത്, ഈ സീരീസിന്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ആണ് ഇത്. കോമയും പ്ലസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ ഇത് രണ്ടും കിട്ടും എന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. ഇനി സീക്വൻസിന്റെ കേസിൽ AN ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. AN is equal to ജനറൽ ടേം എന്ന് ചില ആൾക്കാർ അതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്താ പറയാ? nth ടേം. അപ്പൊ A1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം, A2 എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം, അങ്ങനെ പോകും. ഓക്കെ. അതുപോലെ SN ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് സീരീസ്. സീരീസിന്റെ പ്രോപ്പർട്ടിയാണ് SN. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സം അപ് ടു n ടേംസ്. അപ്പൊ A എന്ന് വെച്ചാൽ nth ടേം, A1, A2, A3 എന്നാമത്തെ ആ ഒരു ടേം മാത്രമാണ് AN. SN എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ടേം മാത്രമല്ല, A1 മുതൽ AN വരെയുള്ള എല്ലാ ടേംസിന്റെയും കൂടി സം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു A1 plus A2 plus A3 plus etc. plus AN. ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. സിഗ്മ AN എന്ന് എഴുതാം. സിഗ്മ വിത്തൗട്ട് ലിമിറ്റ്. സിഗ്മ AN മീൻസ് A1 plus A2 plus A3 plus etc. AN. ചില ആൾക്കാർ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് R from 1 to N AR എന്ന് എഴുതാറുണ്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ലിമിറ്റ് വിത്ത് ലിമിറ്റ് ആണ്, ഇത് ലിമിറ്റ് വിത്തൗട്ട് ലിമിറ്റ്. സിഗ്മ AN നമുക്ക് A1 plus A2 plus A3 plus etc. AN എഴുതാം. സിഗ്മ R from 1 to N ആണെങ്കിൽ ആദ്യം R ന് 1 കൊടുക്കും, A1 കിട്ടും, പ്ലസ് പിന്നെ R ന് 2 കൊടുക്കും, R2 കിട്ടും, അങ്ങനെ N വരെ കൊടുക്കും. അപ്പോഴും രണ്ടും എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് SN ഉം AN ഉം തമ്മിലുള്ള ഒരു റിലേഷൻ. SN is equal to സിഗ്മ AN. അതുപോലെ AN എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ SN എടുക്കാം.
Sn is equal to a1 plus a2 plus a3 plus etc plus an വരെയുള്ള ടേംസിന്റെ സമ്മാണ് Sn. ഇനി നമുക്ക് S of n minus 1 എടുക്കാം. അതിന്റെ എക്സ്പ്രഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. Sn ന്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് n നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ n നെ n minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ്മെന്റ് ആണ് ചെയ്യേണ്ടത്. n അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് പകരം n minus 1 കൊടുത്താൽ you will get Sn minus 1. അതെന്തായിരിക്കും? സം അപ് ടു n minus 1 ടേംസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനൊരു an minus 1 plus n ഇങ്ങനെ കാണിക്കാം. അതായത് a1 plus a2 plus a3 plus etc n ആണ്. ഇതിന്റെ ബാക്കിൽ an minus 1 അതിന്റെ ബാക്കിൽ an minus 2 അതൊക്കെ ഉണ്ടാവും. അതിൽ അവസാനത്തെ രണ്ട് ടേംസ് നമ്മൾ കാണിക്കുന്നു. So Sn minus 1 is the sum up to n minus 1 terms. a1 plus a2 plus a3 plus etc plus an minus 1. ഇത്രേ ഉണ്ടാവുള്ളൂ. ആ an ഉണ്ടാവില്ല. Now we can subtract them. This is equation number 1 and this is equation number 2. ഈ 1 minus 2 ചെയ്താൽ എന്തായിരിക്കും? This is equal to Sn minus of Sn minus 1 is equal to ഇവിടെ മൊത്തം സബ്ട്രാക്ട് ചെയ്ത് a1 a1 a2 a2 തൊട്ട് കട്ടായി പോയി an minus 1 കട്ടായാൽ we get an. So what is the formula for an? നമുക്ക് Sn തന്നിട്ട് an ചോദിച്ചാൽ let's find ഏത് ഫോർമുല ഉപയോഗിക്കാം? Let's find an by using the formula Sn minus of Sn minus 1. അതുപോലെ an തന്നിട്ട് Sn ചോദിച്ചാൽ we can use this formula Sn is equal to sigma an. ഇതിന്റെ രണ്ടിന്റെയും ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് തരുവാണ്. an is equal to nth ടേമിന്റെ എക്സ്പ്രഷൻ n plus 1 എന്ന് തരികയാണ്. n is equal to n plus 1. Then find Sn. Example 1. Find Sn. an n plus 1 ആണ്. അഥവാ a1 എന്തായിരിക്കും? a1 is equal to n ന് 1 കൊടുത്താൽ 1 plus 1 2. a2 എന്തായിരിക്കും? a2 is equal to n ന് 2 കൊടുത്താൽ 2 plus 1 3. a3 is equal to n ന് 3 കൊടുത്താൽ 3 plus 1 4. അങ്ങനെയാണ് പോവാ. അങ്ങനെ പോയി an is equal to n plus 1. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? Sn കണ്ടുപിടിക്കണം. So Sn is equal to എന്താ നമ്മൾ പറഞ്ഞത്? a1 plus a2 plus a3 plus etc plus an. അഥവാ സിഗ്മ a എന്തായിരുന്നു? an this is equal to sigma of n plus 1. Sigma n plus 1 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? By the property of sigma. This is sigma n plus sigma 1. ഇനി നിങ്ങൾ സ്കൂളിൽ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സിഗ്മ n എന്ന് വെച്ചാൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് n into n plus 1 by 2 and sigma 1 is sum of 1 up to n times 1 plus 1 plus 1 അങ്ങനെ n times ആഡ് ചെയ്യാം. അത് n തന്നെ കിട്ടും. അപ്പോൾ സിഗ്മ n ന് പകരം നമുക്ക് n into n plus 1 by 2 എന്ന് സിഗ്മ 1 ന് പകരം n എന്ന് കൊടുക്കാം. Now this is equal to n is a common factor here. n by 2 common factor എടുത്താൽ n plus 1 ഇവിടെ n by 2 പുറത്തെടുക്കും. അപ്പോൾ ഇവിടെ 2 ഉണ്ടാവും. So final answer is n into n plus 3 divided by 2. Okay. അപ്പോൾ an is equal to n plus 1 ആണെങ്കിൽ Sn കിട്ടുക n into n plus 3 by 2 ആണ്. ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതുപോലെ നമുക്ക് വേറെ പ്രോബ്ലം ചെയ്ത് നോക്കാം. അനദർ വൺ. എക്സാമ്പിൾ 2. If Sn is equal to 2n square plus 3 then find a. ഇതുപോലെ നേരെ റിവേഴ്സ് ക്വസ്റ്റ്യൻ. നേരത്തെ an തന്നിട്ട് Sn ചോദിച്ചു, ഇനി നമുക്ക് Sn തരുന്നു, എന്നിട്ട് an തിരിച്ചു വയ്ക്കുന്നു. എന്തായിരുന്നു ഫോർമുല? an is equal to Sn minus of Sn minus 1. സം അപ് ടു n ടേംസ് കണ്ടുപിടിക്കുക. അപ്പൊ a1 plus a2 plus a3 plus etc an വരെ ഉണ്ടാവും. അതിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യണം? an minus 1. ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. n minus 1 വരെയുള്ള ടേംസിൽ ആരെ കുറവുള്ളൂ? an മാത്രമേ കുറവുള്ളൂ. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ you will get that particular an. Okay. So here Sn is equal to ആൻസറിലേക്കാണ് പോകുന്നത്. is equal to 2n square plus 3. So S of n minus 1. അത് ഞാൻ നേരത്തെ പറഞ്ഞു. S of n minus 1 is obtained by replacing n by n minus 1. So 2 into n minus 1 square plus 3. That is 2 into n minus 1 whole square is n square minus 2n plus 1 whole plus 3. Bracket open ചെയ്താൽ 2n square minus 4n. 2 into minus 2n is minus 4n. 2 into 2 is 3 plus, sorry, 2 into 2. So 2 into 1 is 2 plus 3 is 5. Okay, now let us subtract them. an is equal to Sn minus of Sn minus 1. This is equal to Sn is very simply 2n square plus 3 minus of Sn minus 1. So n minus 1 is 2n square minus 4n plus 5. Now we can cancel this 2n square and the 2n square from. Let us subtract them. Then 3 minus 5 is minus 2. Minus of minus 4n. Minus minus is positive out. So that is 4n. Then 3 minus 5 is minus 2. 4n minus 2 is the an. So an 4n minus 2 ആവുമ്പോഴാണ് Sn 2n square plus 3 ആവുന്നത്. അല്ലെങ്കിൽ തിരിച്ച് Sn 2n square plus 3 ആവുമ്പോഴാണ് an 4n minus 2 ആയിട്ട് മാറുന്നത്. Okay.
Now let's go to next item. അടുത്ത നമുക്ക് സീക്വൻസുകളെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ സീക്വൻസ് റെപ്രസെന്റേഷൻ. സീക്വൻസ് റെപ്രസെന്റേഷൻസ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് റെപ്രസെന്റേഷൻ ആണ് എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷൻ. എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷൻ അത് വളരെ വളരെ സിമ്പിൾ ആണ്. an is represented in terms of n എന്ന് വെച്ചാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആ എന്നിന്റെ വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കാം, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് an, the nth term of a sequence is a function of n. അത് n ന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 10th ടേം വേണമെങ്കിൽ put n equal to 10, 11th ടേം വേണമെങ്കിൽ put n equal to 11, 100th ടേം വേണമെങ്കിൽ put n equal to 100. അഥവാ any term can be explicitly found out without considering the other terms. ഒരു പർട്ടിക്കുലർ ടേം വേണമെങ്കിൽ അതുവരെയുള്ള ഒരു ടേം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബാക്കി എന്തോ ആവട്ടെ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ടേം മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ എന്താണ് അഡ്വാൻറ്റേജ്? എനി ടേം AR can be found out by putting n equal to R. അപ്പൊ എ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിലൊരു ആർത്ത് ടേം AR നിങ്ങൾക്ക് വേണമെങ്കിൽ ആ n R കൊടുത്താൽ മതി. സോ AR is equal to f of R എന്ന് വരും. So no need to get any other terms. അതായത് ഒരു പർട്ടിക്കുലർ ടേം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടേം മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതുവരെയുള്ള ടേംസിനെ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, നേരിട്ട് പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷന്റെ അഡ്വാൻറ്റേജ്. സച്ച് സീക്വൻസസ് ആർ കോൾഡ് പ്രോഗ്രഷൻസ്. ഈ പ്രോഗ്രഷൻസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതിന്റെ യഥാർത്ഥ ഡെഫിനിഷൻസ് ഇതാണ്. So progressions are the sequences which can be represented explicitly and completely in terms of n. നെ പൂർണ്ണമായും n ന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? എനി ടേം can be found out by putting n equal to that particular value. 100th ടേം വേണമെങ്കിൽ put n equal to 100, 1000th ടേം വേണമെങ്കിൽ put n equal to 1000. അതുവരെയുള്ള ടേംസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. No need to get any other terms. അപ്പൊ രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ടേം ആവശ്യമില്ല, നാലാമത്തെ ടേം കണ്ടുപിടിക്കാം മൂന്നാമത്തെ ടേം രണ്ടാമത്തെ ടേം ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നാലാമത്തെ ടേം തന്നെ കണ്ടുപിടിക്കാം. അതാണ് എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷന്റെ അഡ്വാൻറ്റേജ്. അവരെയാണ് നമ്മൾ പ്രോഗ്രഷൻസ് എന്ന് വിളിക്കുക. ഈ പ്രോഗ്രഷൻസ് പല ടൈപ്പ് ഉണ്ട്, 100 കണക്കിന് 1000 കണക്കിന് എണ്ണിയാൽ തീരാത്ത അത്രയും ടൈപ്പ് പ്രോഗ്രഷൻസ് ഉണ്ട്. അതിൽ 2-3 പ്രോഗ്രഷൻസിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, ഹാർമോണിക്. അപ്പൊ ഈ അരിത്തമെറ്റിക്, ജോമെട്രിക്, ഹാർമോണിക് എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രോഗ്രഷൻസ് പഠിക്കും. ഇത് മാത്രമാണ് പ്രോഗ്രഷൻസ് എന്ന് കരുതരുത്. an f of n, an എ ഫംഗ്ഷൻ ഓഫ് കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് n ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന എന്തിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോഗ്രഷൻസ് എന്ന് വിളിക്കാം. അതിന്റെ എക്സാമ്പിൾസ് മാത്രമാണ് AP, GP, HP ഒക്കെ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇതാണ് ഈ പ്രോഗ്രഷൻസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള കോൺസെപ്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഫോർ പ്രോഗ്രഷൻസ്? ഒരു എക്സാമ്പിൾ ആണ് an is equal to n divided by n plus 1. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനും അല്ല, ജോമെട്രിക് പ്രോഗ്രഷനും അല്ല, ഹാർമോണിക് പ്രോഗ്രഷനും അല്ല, ഒന്നുമല്ല. പക്ഷേ ഇതെന്താണ്? ഇതൊരു പ്രോഗ്രഷൻ ആണ്. ഇവിടെ an കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് n ന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് A5 വേണമെങ്കിലോ A5 is equal to ഇവിടെ n ന് 5 കൊടുത്താൽ മതി, ദാറ്റ് ഈസ് 5/6. A10 വേണമെങ്കിലോ put n equal to 10, ദാറ്റ് ഈസ് 10/11. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടേം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ ഉള്ള പ്രീവിയസ് ടേംസിനെ ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ റിക്വയർഡ് ടേം. സച്ച് sequences are called progressions. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ, an is equal to n square minus 1. ദിസ് ഇസ് അഗെയിൻ എ പ്രോഗ്രഷൻ. ഇവിടെ നമുക്ക് n ന്റെ വാല്യൂ മാത്രം കിട്ടിയാൽ മതി, അതിന്റെ മുന്നേ ഉള്ള ടേംസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു A6 വേണമെങ്കിൽ put n equal to 6 here. 6 square is 36 minus 1 is 35. അതുപോലെ ഒരു A9, 9th ടേം വേണമെന്നുണ്ടെങ്കിൽ put n equal to 9 here. So 9 square is 81 minus 1 is 8. ഇങ്ങനെ ഏത് ടേമിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പോവാം. A6 കിട്ടണമെങ്കിൽ A5 A4 ഒന്നും കിട്ടേണ്ട കാര്യമില്ല. A9 വേണമെങ്കിൽ അതിന്റെ മുന്നേ ഉള്ള A7 A8 നത്തിങ്. യു ഡോണ്ട് ഹാവ് ടു കൺസിഡർ എനിത്തിങ്. വേറൊരു എക്സാമ്പിൾ ഫോർ പ്രോഗ്രഷൻ ആണ്. an is equal to 1/2n minus 1. ഇത് യഥാർത്ഥത്തിൽ ഒരു HP ആണ്, ഹാർമോണിക് പ്രോഗ്രഷൻ ആണ്.
അപ്പോൾ ഹാർമോണിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഇതൊക്കെ ഈ പ്രോഗ്രഷൻസിൻ്റെ കൂട്ടത്തിലെ ചില ആളുകൾ മാത്രമാണ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല പ്രോഗ്രഷൻസ്. അത് പറയാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി ഇവിടെ നമുക്കൊരു A3 വേണമെങ്കിൽ ഇപ്പോൾ 10 3 ഹിയർ. സോ 2 × 3 6 - 1 is 5. സോ യു ഗെറ്റ് 1/5. Then A7 വേണമെങ്കിൽ 10 7 ഹിയർ. 14 - 1 is 13. സോ ആൻസർ ഈസ് 1/13. ഓക്കെ, അങ്ങനെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു എക്സ്പ്രഷൻ AN = സം ഫംഗ്ഷൻ ഓഫ് n എന്ന് തന്നിട്ട് അതിൽ ആദ്യത്തെ 5 ടേം കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ 6ാമത്തെ ടേം മുതൽ 10ാമത്തെ ടേം വരെയുള്ള 5 ടേം കണ്ടുപിടിക്കാൻ. ഇങ്ങനെയൊക്കെ സാധാരണ ബോർഡ് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്കതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒന്നും ഒരു ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര സീരിയസ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ പോലെ രണ്ടാമത് ഒരു ടൈപ്പ് റെപ്രസെൻറ്റേഷനും കൂടി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് റിക്കേഴ്സീവ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക, അതാണ് എക്സ്പ്ലിസിറ്റ് ആക്കുക, എക്സ്പ്ലിസിറ്റ്ലി പറയുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ AN = f(n) എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതൊരു വാല്യൂ വേണമെങ്കിലും ഡയറക്റ്റ് n ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്ത് അതിലേക്ക് പോകാൻ പറ്റും. സോ അവിടെ കാര്യങ്ങൾ വളരെ സ്മൂത്താണ്, എക്സ്പ്ലിസിറ്റ് ആണ്. ഓക്കെ, പക്ഷേ റിക്കർസീവ് റെപ്രസെൻറ്റേഷനിൽ അങ്ങനെയല്ല. അവിടെ AN ഈസ് എ ഫംഗ്ഷൻ ഓഫ് f(n) അല്ല, അതിന് പകരം AN - 1, AN - 2, AN - 3 എക്സെട്ര. അതെല്ലാം കൂടി ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ AN ഈസ് എ ഫംഗ്ഷൻ ഓഫ് AN - 1, അല്ലെങ്കിൽ AN ഈസ് എ ഫംഗ്ഷൻ ഓഫ് AN - 2 മാത്രം, അതല്ലെങ്കിൽ AN ഈസ് എ ഫംഗ്ഷൻ ഓഫ് AN - 1 ആൻഡ് AN - 2 ഏതെങ്കിലും 2 അല്ലെങ്കിൽ 3, അങ്ങനെ എന്ത് തരത്തിലുള്ള ഇവരുടെ പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ് ഒക്കെ വരാം. അപ്പോൾ എന്താണ് പ്രധാനമായ വ്യത്യാസം? എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ അഥവാ പ്രോഗ്രഷനകത്ത് AN = f(n) ആയിരുന്നു. ഇവിടെ f(n) അല്ല, f ഓഫ് ദി പ്രീവിയസ് ടേംസ്. നിങ്ങൾ ഏത് ടേമിലാണോ നിൽക്കുന്നത് അതിന്റെ പുറകിലുള്ള ടേംസ് ആണ് വേണ്ടത്. അപ്പോൾ പ്രശ്നം എന്താണ്? പ്രധാന പ്രശ്നം എന്താ? AN cannot be, പ്രോഗ്രഷൻസിൽ നമ്മൾ പറഞ്ഞത് any AN can be directly found out എന്നാണ്. ഇവിടെ എന്ത് പറയണം? AN cannot be found out directly. We need the previous terms. We need the previous terms to get AN. AN കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ടേംസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഏതിൽ? റിക്കർസീവ് റെപ്രസെൻറ്റേഷൻസിൽ. ഭാഗ്യവശാൽ നമ്മുടെ സിലബസിന് റിക്കർസീവ് റെപ്രസെൻറ്റേഷൻസിനെ പറ്റി ഒരുപാടൊന്നും പഠിക്കാനില്ല. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി ഒന്നും വരാറില്ല. ജസ്റ്റ് അങ്ങനെയും ഒരു റെപ്രസെൻറ്റേഷനും കൂടി ഉണ്ട് എന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. AN = 2AN - 1 plus 1 if n is greater than or equal to 2 and A1 is equal to 2. ഇത് ഒരു സീക്വൻസ് റെപ്രസെൻറ്റേഷൻ ആണ്. AN = 2AN + 1. ഈ ഒരു എക്സ്പ്രഷൻ എപ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഇഫ് n is greater than or equal to 2. n 2 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ആകുമ്പോൾ മാത്രമേ ഈ ഫോമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ n = 1 ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി A1 നമുക്ക് അവിടെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ റെപ്രസെൻറ്റേഷൻ തരും. ഇവിടെ നോക്കിയാൽ അറിയാം AN ഈസ് എ ഫംഗ്ഷൻ ഓഫ് AN - 1. AN - 1 എന്താണെന്ന് അറിയാമെങ്കിൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്യുമ്പോഴാണ് AN കിട്ടുക. അങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് A2 എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ A1 = 2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ഇഫ് n is greater than or equal to 2 എന്നൊരു കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ 2ന്റെ മുകളിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരും A1 എന്താണെന്ന്. അത് വേറെ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് തരും. ദാറ്റ് ക്യാൻ ബി 3 or 4 എന്ത് വേണമെങ്കിലും. ഞാൻ എൻ്റെ വായിൽ തോന്നിയത് 2 ആണ്, അതുകൊണ്ട് 2 എഴുതിയെന്നേ ഉള്ളൂ. സോ A1 is equal to 2 and A2 is equal to ഇവിടെ കൊടുത്താൽ മതി. put n = 2 here. അപ്പോൾ ഇവിടെ n ന് 2 കൊടുത്താൽ 2 - 1 1 ആവും. 2A1 + 1. ഇനി ആ A1 is equal to 2 ഇവിടെ കൊടുക്കുക. So 2 × 2 is 4 + 1 5. So A1 is 2, A2 is 5. Now how to find A3? A3 is equal to put n = 3 here. So A3 is equal to ഇവിടെ 3 - 1 2 ആവും. So 2A2 + 1. Then what is A2? നമുക്ക് A1 ഉപയോഗിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ A3 നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. A3 കിട്ടണമെങ്കിൽ എന്ത് വേണം? A2 വേണം. A2 കിട്ടണമെങ്കിലോ A1 വേണം. അങ്ങനെ A100 കിട്ടണമെങ്കിലോ A99 വേണം. A99 വേണമെങ്കിൽ A98 വേണം. എന്ന് വെച്ചാൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ടേം ചുമ്മാ ചാടി കയറി പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. 1000 ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നേരെ പോയി 1000 ടേം കിട്ടില്ല. 2, 3, 4 അങ്ങനെ കൂടി 1000 വരെ പോയി പതിയെ ചെയ്തെടുക്കണം. സോ ഹിയർ A3 is equal to 2 × 5 is 10 + 1 that is 11. ഇനി A4 വേണം. A5 വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. A4 കിട്ടണമെങ്കിൽ ഇവിടെ കൊടുത്താൽ എന്താവും? A5 is equal to 2A4 + 1 ആണ്. യു ഡോണ്ട് നോ A4.
അതുകൊണ്ട് ഇത് ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ A4 കണ്ടുപിടിക്കേണ്ടി വരും. A4 is equal to 2A3 plus 1 and we know that A3 is 11. So 22 plus 1 is 23. ആ 23 ഇവിടെ കൊടുക്കണം. So 2 into 23 plus 1, 46 plus 1 is 47. ഇങ്ങനെ മാത്രമേ ഒരു റിക്കർസീവ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ. ഇപ്പോൾ മനസ്സിലായോ പ്രധാനമായ വ്യത്യാസം എന്താണെന്ന്? അപ്പോൾ ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ ടൈപ്പ് റെപ്രസെൻറ്റേഷൻ ആണ് എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. അതിലാണ് നമുക്ക് ഏറ്റവും അധികം കാര്യങ്ങൾ പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള AP, GP, HP എല്ലാം ഏതിൽ വരുന്നതാണ്? എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ അഥവാ പ്രോഗ്രഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ AN അല്ലെങ്കിൽ സം അപ് ടു N ടേംസ്, ഒരു പർട്ടിക്കുലർ ടേമോ ഒരു പർട്ടിക്കുലർ ടേം വരെയുള്ള സമ്മോ വേണമെങ്കിൽ ഡയറക്റ്റ് ഫോമിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ മുന്നേ ഉള്ള ടേംസ്, അതിൻ്റെ പ്രീവിയസ് ടേംസ് എന്തൊക്കെയാണെന്നും പ്രീവിയസ് ടേംസിൻ്റെയൊക്കെ സം എന്താണെന്നും തുടങ്ങിയ ഒരു കാര്യവും നമ്മൾ അവിടെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേർഷൻ ഓഫ് ദി സീരീസ് റെപ്രസെൻറ്റേഷൻസ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. AN is equal to n/n+1, n square minus 1. ഇതൊന്നും APO GPO ഒന്നുമല്ല, അങ്ങനെയും പ്രോഗ്രഷൻസ് ഉണ്ട്. അപ്പോൾ പൊതുവിൽ AP, GP, HP ഒക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രോഗ്രഷൻസ് പറഞ്ഞാൽ ഇത് മൂന്ന് മാത്രമാണെന്നാണ്. അങ്ങനെയൊന്നുമില്ല. പ്രോഗ്രഷൻസ് ഏത് വിധേയനയാണെങ്കിലും ആവാം. ഒറ്റ കാര്യമേ ഉള്ളൂ, AN must be a function of n only. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല? അതിന്റെ പ്രീവിയസ് ടേംസിനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ മറ്റൊരു ടൈപ്പ് റെപ്രസെൻറ്റേഷൻ ആണ് റിക്കർസീവ് റെപ്രസെൻറ്റേഷൻ. ഇൻ ദാറ്റ് കേസ് AN is not a function of n. Instead of that, AN is a function of AN-1, AN-2, AN-3, etc. ഇതെല്ലാം കൂടി വരണമെന്ന് നിർബന്ധമില്ല. ഇവിടെ AN-1 മാത്രമേ വന്നിട്ടുള്ളൂ. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ 2, AN is equal to AN-1 plus AN-2, the previous term and again once again previous term. If n is greater than or equal to 3, n greater than or equal to 3 മാത്രമേ ഈ സംഭവം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ രണ്ടെണ്ണം മിസ്സായി പോയി. A2 മിസ്സായി, A1 മിസ്സായി. രണ്ടും കൂടെ പറഞ്ഞു വെക്കണം. A2 is equal to 1, A1 is also 1. So A1 is 1, A2 is also 1. A3 മുതൽ നിങ്ങൾക്ക് ഈ ഫോമിൽ ഉപയോഗിക്കാം. അപ്പോൾ AN എങ്ങനെയാണ് കിട്ടുന്നത്? AN is obtained by adding the previous term and again the previous term. അതിൻ്റെ പ്രീവിയസ് ടേമും അതിൻ്റെ പ്രീവിയസ് ടേമും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് AN കിട്ടുന്നത്. അപ്പോൾ A1 is equal to 1 തന്നെ, A2 is equal to, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും 1 ആണ്. 3 മുതലാണ് ഈ ഫോമുല ഉപയോഗിക്കേണ്ടത്. സോ A3 is equal to, put n equal to 3 here. ഇവിടെ മുതൽ n greater than or equal to 3 നമുക്ക് ഈ ഫോമുല ഉപയോഗിച്ച് തുടങ്ങാം. 1ലും 2ലും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇങ്ങനെ വന്നത്. So A3 is equal to, put n equal to 3 here, that is A2 plus A1. What is A2? That is 1. A1 is also 1. So 1 plus 1 is 2. Then A4 is equal to, put n equal to 4 here. So this will become A3 and this will become A2. What is A3? A3 ഇവിടെ കിട്ടിയിട്ടുണ്ട്, that is 2, and A2 നേരത്തെ നമുക്ക് തന്നിട്ടുണ്ട്, that is 1, which is equal to 3. Then what is A5? A5 is equal to, ഇവിടെ 5 കൊടുത്താൽ A4 plus A3. Now what are the values? A4 is here, that is 3, and A3 is here, that is 2, that is equal to 5. Then A6 is equal to A5 plus A4, and what are the values? A5 is 5 itself, and A4 is 3, which is equal to 8. എന്ന് വെച്ചാൽ ഈ ഒരു സീക്വൻസ് നമ്മൾ എഴുതി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. 1, ഫസ്റ്റ് ടേം ഈസ് 1, സെക്കൻഡ് ടേം ഈസ് ഓൾസോ 1, തേർഡ് ടേം ഈസ് 2, ഫോർത്ത് ടേം ഈസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 3 വരും, ഫിഫ്ത്ത് ടേം ഇത് രണ്ടും കൂടി 2ഉം 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 5 വരും, പിന്നെ 8 വരും. ഇതിനെയാണ് നമ്മൾ ഫിബോനാച്ചി സീക്വൻസ് എന്ന് വിളിക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള സീക്വൻസ് ആണ്, മിക്കവാറും എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നേച്ചറിലൊക്കെ കുറേ സംഭവങ്ങൾ പൂ വിരിഞ്ഞു വരുന്നതും പിന്നെ മയിലിൻ്റെ പീലിയിലുള്ള ഈ ഇങ്ങനെ ബബിൾസ് പോലെ കാണുന്ന സംഭവങ്ങളുടെ എണ്ണവും ഇതൊക്കെ ഇങ്ങനെ ലെയർ കഴിയുമ്പോൾ ആദ്യം 1, പിന്നെ 1, പിന്നെ 2, പിന്നെ 3, 5, 8 ഇങ്ങനെയാണ് പൂക്കൾ വിരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ എതളുകളുടെ എണ്ണം, സൂര്യകാന്തി പൂവിൻ്റെയൊക്കെ എതളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര കണ്ട് ശരിയാണെന്ന് അറിയില്ല. അങ്ങനെ കൃത്യമായിട്ട് പാലിക്കപ്പെടാനൊന്നും സാധ്യതയില്ല. ഏറെക്കുറെ ഒരു സീക്വൻസിൻ്റെ അടുത്ത് കിടക്കുന്നു എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതാണ് സംഭവം. അപ്പോൾ ഫിബൊനാച്ചി സീക്വൻസിനെ എങ്ങനെയാണ് nth ടേം ആയിട്ട് അല്ലെങ്കിൽ ഒരു AN റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ഇതാണ്. AN equal to AN-1 plus AN-2 if n is greater than or equal to 3 and A2 equal to A1 equal to 1. ആദ്യത്തെ രണ്ടാമത്തെ ടേം 1, പിന്നെ സം ഓഫ് ദി ടേംസ് ആൻഡ് പ്രീവിയസ് ടേം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിബൊനാച്ചി സീരീസിൻ്റെ 1000th ടേം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല. 100th ടേം എന്താണെന്ന് ചോദിച്ചാലും ഡയറക്റ്റ് പറയാൻ പറ്റില്ല. 100th ടേം കണ്ടുപിടിക്കണമെങ്കിൽ 99th ടേമും 98th ടേമും വേണം. 99 വേണമെങ്കിൽ 98, 97 വേണം. ഇങ്ങനെ പുറകോട്ടേക്ക്. അപ്പോൾ 1 മുതൽ ഓർഡറിൽ ചെയ്ത് പോയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടേമിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് റിക്കർസീവ് റെപ്രസെൻറ്റേഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ ആ ടൈപ്പ് ഒരുപാടൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഹയർ ലെവലിലോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാം. ഓക്കെ,
അപ്പോൾ എനിവേ നമുക്ക് പ്രോഗ്രഷൻസ് എന്താണെന്ന് മനസ്സിലായ ശരിക്കും നമ്മൾ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പ്രോഗ്രഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ AP. ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് AP. നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് APനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, APന്റെ പ്രത്യേകത എന്താണ്, APന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന രണ്ട് ഐഡിയാസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് APന്റെ ഫണ്ടമെന്റൽ ഡെഫിനിഷൻസ്. അത് കഴിഞ്ഞിട്ട് nth ടേമിന്റെ ഫോർമുല അത് ഉപയോഗിച്ച് ബാക്കി എല്ലാം കണ്ടുപിടിക്കുക. nth ടേം തന്നു കഴിഞ്ഞാൽ N, D, A ഇതൊക്കെ എങ്ങനെ തിരിച്ചും മറിച്ചും കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ സം അപ് ടു n ടേംസ്. പിന്നെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു APയിലുള്ള എല്ലാ ടേംസിൻ്റെയും കൂടി ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ അത് എഗെയിൻ AP ആണ്, സബ്ട്രാക്ട് ചെയ്താൽ എഗെയിൻ AP ആണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. അതുപോലെ രണ്ട് APകൾ തമ്മിൽ ആഡ് ചെയ്താൽ റിസൾട്ടൻറ്റ് സീക്വൻസ് AP ആണോ, രണ്ട് സീക്വൻസുകൾ രണ്ട് APകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ AP ആവും, മൾട്ടിപ്ലൈ ചെയ്താൽ AP ആവും, ഡിവൈഡ് ചെയ്താൽ AP ആവും. ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് ആണ് തുടർന്ന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്: A plus D, A plus 2D, etc. This is what is an AP. അതായത് നമ്പേഴ്സ് വിത്ത് എ ഗ്രാജുവൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്പേഴ്സ് വിത്ത് എ കോമൺ ഡിഫറൻസ്. ഒരേ ഡിഫറൻസിലുള്ള നമ്പേഴ്സിൻ്റെ ഒരു ഇൻ്റർ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സീക്വൻസിനെയാണ് നമുക്ക് AP എന്ന് വിളിക്കാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ അത് A ആണ്. സെക്കൻഡ് ടേം A2 is equal to A plus D ആണ്. A1 is equal to A, A2 is equal to D, A3 is equal to A plus 2D, A4 is equal to A plus 3D. ഇങ്ങനെയാണ് താഴോട്ടേക്ക് പോകുന്നത്. ദിസ് A is known as ഫസ്റ്റ് ടേം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഒന്നാമത്തെ ടേം ആണ് ഫസ്റ്റ് ടേം. ആൻഡ് ദിസ് D ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, ഈ D എന്ന് പറയുന്നത് എന്താവാം, ദാറ്റ് ക്യാൻ ബി A2 മൈനസ് A1 ആവാം, എഗെയിൻ ദാറ്റ് ക്യാൻ ബി A3 മൈനസ് A2, എഗെയിൻ ദാറ്റ് ക്യാൻ ബി A4 മൈനസ് A3. ഇങ്ങനെ ഏതൊരു ടേമും അതിൻ്റെ പ്രീവിയസ് ടേമും തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരേ ഡിഫറൻസ് തന്നെയാണ്. ദിസ് ഇസ് എക്സെട്ര AN മൈനസ് AN മൈനസ് 1. സോ AN ഈസ് എനി പെർട്ടിക്കുലർ ടേം, AN മൈനസ് 1 ഈസ് ദ preceding term, previous term. So any term minus previous term is the common difference. അങ്ങനെ ഏത് രണ്ട് അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസും സെയിം ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, അതിന് AP എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എന്താണ് APന്റെ ഡെഫിനിഷൻ? എ പ്രോഗ്രഷൻ or sequence is said to be an AP, an arithmetic progression, if AN minus AN minus 1 is equal to constant ആവണം. We should get a constant term. ANൽ നിന്ന് AN minus 1, Nന് പകരം N minus 1 കൊടുത്താൽ AN minus 1 ആയി, തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ അതിൽ N ഉണ്ടാവരുത്, കോൺസ്റ്റന്റ് ആവണം. കോൺസ്റ്റന്റ് മീൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് N ആണ് അവിടുത്തെ ടേമിൻ്റെ പൊസിഷൻ, അതുമായിട്ട് യാതൊരു ബന്ധവും അതിനുണ്ടാവരുത്. ഏത് അടുത്തടുത്തുള്ള ടേംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും ഒരേ കോൺസ്റ്റന്റ് വാല്യൂ, ഒരേ റിയൽ നമ്പർ വാല്യൂ തന്നെ കിട്ടിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ AN is equal to 3n minus 4. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു AP ആണെന്ന്. കാര്യം ഇതിൽ AN plus B ഫോമിലാണ്. ലീനിയർ പോളിനോമിയൽ ഇൻ N ആണ്. ലീനിയർ പോളിനോമിയൽ കണ്ടാൽ ഉടനെ മനസ്സിലായിക്കൊള്ളാം AP ആണെന്ന്. ഇനി അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ AN minus 1 is equal to ANൽ നിന്ന് AN minus 1 കിട്ടാനുള്ള വഴി റീപ്ലേസ് ദിസ് N by N minus 1. നേരത്തെ നമ്മൾ കണ്ടു. AN is equal to SN minus SN minus 1. അവിടെ നമ്മൾ അതേ കാര്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ 3 into N minus 1 minus 4 എന്ന് വരും. This is equal to 3n minus 3 minus 4 is 3n minus 3 minus 4 is minus 7. So AN is 3n minus 4 and AN minus 1 is 3n minus 7. Now AN minus AN minus 1 is equal to AN is 3n minus 4 minus of AN minus 1 is 3n minus 7. Now you can see that 3n and minus 3n can be cancelled. Then minus 4 minus minus 7, minus 1 minus 7 plus 7 now. Then minus 4 plus 7 is 3, which is a constant. അതിൽ N ഇല്ല, അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു. കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഓഫ് N ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. AP അല്ലാത്തൊരു എക്സാമ്പിൾ. AP അല്ല എന്ന് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് കൺക്ലൂഷൻ? ഇറ്റ്സ് ആൻ AP. അപ്പോൾ AN is equal to 3n minus 4 കണ്ടു കഴിഞ്ഞാൽ അത് AN plus B ഫോമിൽ ആയതുകൊണ്ട് നമ്മൾ AN minus of AN minus 1 ചെയ്യുമ്പോൾ we get a constant. Therefore it's an AP. വേറൊരു എക്സാമ്പിൾ നോക്കാം. AP അല്ലാതിരിക്കുന്നത് എങ്ങനെയാണെന്ന്. സോ AN is equal to AN square or 3n square minus n. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ
in n ആണ്. ഇത് ആക്ച്വലി സം അപ് ടു n ടേംസ് ഓഫ് ആൻ എ പി ആണ്. അങ്ങനെയാണെങ്കിൽ എ പി ആണ്. Sn is equal to 3n square minus n എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എ പി ആണ്. പക്ഷേ nth ടേമിന് സ്ക്വയർ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്നാൽ ഒരിക്കലും എ പി ആവില്ല. എങ്ങനെയാണ് ആവാതിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ an-1 is equal to 3 into n is replaced by n-1. So 3 into n-1 square minus of n is again replaced by n-1. Now this is 3 into n-1 whole square is n square minus 2n plus 1. Then minus n minus of minus 1 is plus 1. Now let us open this bracket. We get 3n square. 3 into minus 2n is minus of 6n. Plus 3 minus n plus 1. This is equal to 3n square minus 6n minus n is minus of 7n plus 3 plus 1 is plus 4. Okay, this is an and this is an minus 1. Now let us take the difference. An minus 1 is equal to an is 3n square minus n. That minus of an minus 1 is 3n square minus 7n plus 4. Now we can cancel 3n square and 3n square from here. Then minus n minus of minus 7n. Minus of minus 7n plus 7n now. Out of the minus n we get 6n. Then minus of minus 4 is minus 4. This is 6n minus 4. Not a constant. Constant alla. കാരണം അവിടെ n ഉണ്ട്. n-ന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? 6n minus 4 മാറും. n-ന് 1 കൊടുത്താൽ 6n minus 4 2 ആവും. n-ന് 2 കൊടുത്താൽ 6n minus 4 8 ആവും. n-ന് 3 കൊടുത്താൽ 6n minus 4 14 ആവും. അതങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 3 എന്നാ നിങ്ങൾക്ക് കിട്ടി. ഇനി n-ന് ഏത് വാല്യൂ എടുത്താലും 3 തന്നെയാണ്. 3 n ഇല്ലല്ലോ. അതാണ് കാര്യം. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ n ആണ്. അപ്പോൾ കോൺസ്റ്റന്റിൽ ഒരിക്കലും n ഉണ്ടാവാൻ പാടില്ല. therefore not an AP. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയുന്നു. ഈ 3n square minus n an എന്ന് തന്നതിന് പകരം Sn ആയിരുന്നെങ്കിൽ ഇത് ഇനിയും AP ആവാനുള്ള സാധ്യതയുണ്ട്. അഥവാ AP തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. an-ൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് ടേം സബ്ട്രാക്ട് ചെയ്ത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു AP എന്ന് പറയുമ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് ആണുള്ളത്. A1-നും A2-നുള്ള ഇടയ്ക്കുള്ള ഡിഫറൻസ് സെയിം ആവണം. A3-ക്കും A2-നും ഇടയ്ക്കുള്ള ഡിഫറൻസ് സെയിം ആവണം. A4-നും A3-ക്കും ഇടയ്ക്കുള്ള ഡിഫറൻസ് സെയിം ആവണം. ഇങ്ങനെ ഏതൊക്കെ കാണിച്ചാലും ഇത് അവസാനിക്കുന്നില്ല. അപ്പോൾ ജനറലി നമുക്ക് എന്താ പറയാൻ പറ്റുക? an minus of an minus 1 is equal to constant for all n belongs to natural numbers. ഏത് നാച്ചുറൽ നമ്പർ വാല്യൂ കൊടുത്താലും an minus of an minus 1 ശരിയാണ്. for all natural numbers greater than or equal to 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എ പി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ nth ടേം എന്താണെന്ന് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാമല്ലോ. a1 is equal to a, that is first term, and d is known as common difference. കോമൺ ഡിഫറൻസ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഡിഫറൻസ് കോമൺ ആണ്. ഫസ്റ്റ് ടേമിനും സെക്കൻഡ് ടേമിനും ഇടയ്ക്കുള്ള ഡിഫറൻസ് തന്നെയാണ്. സെക്കൻഡ് ടേമിനും തേർഡ് ടേമിനും അതേ ഡിഫറൻസ് തന്നെയാണ് തേർഡ് ടേമിനും ഫോർത്ത് ടേമിനും. അപ്പോൾ ഈ ഡിഫറൻസ് ഇങ്ങനെ കോമൺ ആയി നിൽക്കുന്നതുകൊണ്ടാണ് കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ പ്രോഗ്രഷൻ ഹാവിങ് എ കോമൺ ഡിഫറൻസ്. ഡിഫറൻസ് കോമൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷനെ അല്ലെങ്കിൽ സീക്വൻസിനെ നമുക്ക് എ പി എന്ന് വിളിക്കാം. യെസ്, ഇത്രയൊക്കെ സിമ്പിളാണ് കാര്യങ്ങൾ. So A2 second term is equal to A plus D, third term A3 is equal to A plus 2D, fourth term A4 is equal to A plus 3D. വളരെ വളരെ സിമ്പിൾ ആണ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ nth term an is equal to A plus n minus 1 into D. This is very famous formula for an AP. ഇതൊരു 4 വേരിയബിൾ കണക്റ്റിംഗ് ഇക്വേഷൻ ആണ്. 4 അൺനോൺസ് കണക്റ്റിംഗ് ഇക്വേഷൻ ആണ്. 4 അൺനോൺസ് ഉണ്ട്. an a n d ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. 4 എണ്ണം തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന ഫോർമുല കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യം, ഇഫ് 3 ഓഫ് ദം ആർ ഗിവൺ ദെൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫോർത്ത് അൺനോൺ. അഥവാ എയും എന്നും ഡിയും തന്നാൽ എ എൻ കണ്ടുപിടിക്കാം. എയും ഡിയും എ എന്നും തന്നാൽ നിങ്ങൾക്ക് എൻ കണ്ടുപിടിക്കാം. 3 എണ്ണം ഗിവൺ ആണെങ്കിൽ 4ാമത്തത് കണ്ടുപിടിക്കാം. 2 എണ്ണം ഗിവൺ ആണെങ്കിൽ ബാക്കി 2 എണ്ണം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സോ ഇറ്റ്സ് എ 4 അൺനോൺസ് കണക്റ്റിംഗ് ഇക്വേഷൻ. അതിൽ ഓരോന്നിനും ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാമല്ലോ. എ എൻ ഇക്വേഷൻ തന്നെ മതി. ആൻഡ് n is equal to an minus a divided by d plus 1. ഈ an നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ടേം എന്നുള്ള അർത്ഥത്തിൽ l എന്ന് വിളിക്കാം. സോ l minus a by d plus 1. ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് തന്നാൽ n കണ്ടുപിടിക്കാനുള്ള പരിപാടി ഇങ്ങനെയാണ്. അതുപോലെ കോമൺ ഡിഫറൻസ് ആണ് വേണ്ടുന്നതെങ്കിലോ, ഇഫ് d is equal to an minus a divided by n minus 1 ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം, this is d is equal to l, an നെ l എന്ന് കൊടുക്കാം ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ n minus 1. എ കണ്ടുപിടിക്കാൻ പിന്നെ വളരെ എളുപ്പമാണ്. എ ഇസ് ഈക്വൽ ടു എ എൻ മൈനസ് ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എ എന്നിന് പകരം എൽ എന്ന് കൊടുത്താൽ എ ഇസ് ഈക്വൽ ടു എൽ മൈനസ് ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇങ്ങനെ പല രീതിയിൽ നമുക്കിതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ 4 സാധനങ്ങളെ ഒരു ഏൽപ്പിക്കുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ്, എൻ അഥവാ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ കാർഡിനൽ പൊസിഷൻ ഓഫ് ദ ടേം, ആൻഡ് ദ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം.
ഇത് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഇത്. കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് AN ഓഫ് an AP. APന്റെ nth ടേമിന്റെ പ്രോപ്പർട്ടീസ്. ഇതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് SN നമുക്ക് വേറെ പഠിക്കാനുണ്ട്. രണ്ടും കൂടി കുഴച്ച് മറിക്കരുത്. പ്രോപ്പർട്ടീസ് ഓഫ് AN വേറെ, പ്രോപ്പർട്ടീസ് ഓഫ് SN വേറെ. സോ പ്രോപ്പർട്ടീസ് ഓഫ് AN എന്ന് പറയുമ്പോൾ AN is equal to A plus n minus 1 into D. That is A plus, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ DN minus D. Now this is DN plus A minus D. ഇങ്ങനെ കിട്ടും. ഇത് ഏത് ഫോമിലാണ്? ദിസ് ഇസ് ബേസിക്കലി ഇൻ ദ ഫോം DN plus A minus D എന്ന് പറയുമ്പോൾ ഡിക്ക് പകരം AN എന്നും ഡിക്ക് പകരം ഒരു ക്യാപിറ്റൽ AN plus A minus D is B. So AN is basically in the form AN plus B. അഥവാ ഇറ്റ്സ് എ ലീനിയർ പോളിനോമിയൽ ഓഫ് n. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ലീനിയർ പോളിനോമിയൽ ഓഫ് n ആണ് ആരുണ്ടാവുക. അപ്പോൾ ലീനിയർ പോളിനോമിയൽ AN ഈക്വൽ ടു ലീനിയർ പോളിനോമിയൽ ഓഫ് n കണ്ടാൽ ഉടനെ നമുക്ക് മനസ്സിലാക്കാം അത് AP ആണ്. അതുപോലെ ഒരു AP ആണെന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ AN എപ്പോഴും ഏത് രൂപത്തിലാണ് ഉണ്ടാവുക? ലീനിയർ പോളിനോമിയൽ ആയിട്ടാണ് ഉണ്ടാവുക. അല്ലാത്ത രൂപത്തിൽ വന്നാൽ അതൊക്കെ മിസ്റ്റേക്ക് ആണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാം. മറ്റൊരു സംഭവം, ഇവിടെ A എന്ന് റീപ്ലേസ് ചെയ്തത് ആരെയാണ്? DN-ലെ ഡീനെയാണ് A എന്ന് എഴുതിയത്. എന്ന് വെച്ചാൽ A is equal to D is equal to കോമൺ ഡിഫറൻസ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഈ ലീനിയർ പോളിനോമിയൽ ഓഫ് n എന്ന് വെച്ചാൽ അവിടെ AN ഒരു n ഉള്ള ടേം ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. അതിൽ n ഉള്ള ടേമിന്റെ കോഎഫിഷ്യന്റ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. സോ A is equal to D is equal to കോമൺ ഡിഫറൻസ് is equal to കോഎഫിഷ്യന്റ് ഓഫ് n. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ AN പ്ലസ് B എന്ന് പറയുന്ന ലീനിയർ പോളിനോമിയൽ APന്റെ ഫസ്റ്റ് ടേം ആയിട്ട് തന്നാൽ n-ന്റെ കോഎഫിഷ്യന്റ് ആണ് കോമൺ ഡിഫറൻസ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് D plus A minus D, D plus A minus D, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ A ആയി പോകും. ദാറ്റ് ഈസ് A. ഈ D എന്ന് വെച്ചാൽ എന്തായിരുന്നു? ദിസ് A. ആൻഡ് D A minus D എന്തായിരുന്നു? A minus D is this B. എന്ന് വെച്ചാൽ A is equal to A plus B. ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് n and constant term. അതായത് ഇവിടെയുള്ള AN plus B ലീനിയർ പോളിനോമിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ അവിടെ n-ന്റെ കോഎഫിഷ്യന്റും ഈ കോൺസ്റ്റന്റ് ടേമും കൂടി ആഡ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. n-ന്റെ കോഎഫിഷ്യന്റ് എടുത്താൽ കോമൺ ഡിഫറൻസ്, n-ന്റെ കോഎഫിഷ്യന്റും അവിടെയുള്ള കോൺസ്റ്റന്റ് ടേമും കൂടി ആഡ് ചെയ്താൽ ഫസ്റ്റ് ടേം. അപ്പോൾ എന്ത് കിട്ടി? ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. പിന്നെ ആ AP മൊത്തത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ AP റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചോദിച്ചാലും പിന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. AN is equal to 2n minus 1. So ഉടനെ പറയാം കോമൺ ഡിഫറൻസ് D is equal to 2 ആൻഡ് ഫസ്റ്റ് ടേം A is equal to 2 minus 1 is 1. വേറെ ഒന്ന് AN is equal, അതിന് പിന്നെ AP ആണെന്ന് പറഞ്ഞത് AN plus B ലീനിയർ പോളിനോമിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് പറയാം? അത് AP ആണെന്നും കൂടി കൺക്ലൂഡ് ചെയ്യാം. AP ആണെന്ന് പറഞ്ഞാൽ പിന്നെ കോമൺ ഡിഫറൻസ് ദെൻ ഫസ്റ്റ് ടേം. വേറെ ഒന്ന് AN is equal to 4n plus 7. No doubt it's an AP. This is in the form AN plus B. And common difference is the coefficient of n, that is 4, and the first term A is equal to sum of this 4 and 7, which is 11. A plus B is equal to first term and A is equal to coefficient of n equal to common difference. അതാണ് പറയുന്നത്. വേറെ ഒന്ന് AN is equal to minus 3n plus 4. It's also an AP. This is in the form AN, sorry, minus 3n, minus 3 plus 4 അല്ല, minus 3n plus 4. It's an AP. Again, common difference D is equal to coefficient of this n is minus 3 and the first term A is equal to minus 3 plus 4 is 1. So first term 1 and common difference minus 3. അതൊരു ഡിക്രീസിങ് AP ആണ്. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയ ഡിക്രീസ് ചെയ്ത് പോകും. കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്ത് A plus D, A plus 2D അങ്ങനെയാണല്ലോ പോകുന്നത്. റെഡി? വേറെ ഒന്ന് AN is equal to 2n square plus 3n. ഉടനെ പറയണം നോട്ട് ആൻ AP. എന്തല്ല? AP അല്ല. AP ആണെങ്കിൽ AN plus B എന്ന് പറയുന്ന ലീനിയർ പോളിനോമിയൽ ഫോമിൽ വരണം. അവിടെ നിന്നേ നമുക്ക് കോഎഫിഷ്യന്റ് എടുത്തുകൊണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വേറൊന്ന് AN is equal to 2 into 3 raised to n minus 1. This is also not an AP. AP അല്ലെന്ന് മാത്രമല്ല, അത് ആക്ച്വലി ഒരു GP ആണ്. GPന്റെ nth ടേം ആണ് AR raised to n minus 1. ഇവിടെ ഫസ്റ്റ് ടേം 1, ഫസ്റ്റ് ടേം 2ഉം കോമൺ റേഷ്യോ 3യുമാണ്. ഓക്കെ, എന്തായാലും ഇത് AP അല്ല, GP ആണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. And finally ഒന്നുകൂടി AN is equal to 11n minus 7. No doubt again it's an AP. This is in the form AN plus B. A is 11 and B is minus 7. So common difference D is equal to 11 and first term A is equal to their sum 11 and minus 7 is 4. Okay, ഇതാണ് കാര്യം.